I should give it a try. Sahadeva? Sir. Yes. ഇങ്ങനെ കരയും ആരായാലും. പക്ഷെ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഭാസ്കരൻ മരിച്ച കൃഷ്ണൻ നമ്പ്യാരിൽ നിന്ന് ഇങ്ങനെ ഒരു കരച്ചിൽ കേട്ടതായി രേഖപ്പെടുത്തിയിട്ടില്ല ഇതില്. ടോട്ടൽ കൺഫ്യൂഷൻ, കോംപ്ലിക്കേഷൻ. പക്ഷെ രസമുണ്ട്. തല തിരിഞ്ഞ ഒരു കേസ്. വെരി ഇൻട്രസ്റ്റിംഗ്. 8:30 മണിക്ക് വിളിക്കാമെന്ന് പറഞ്ഞതാ വൈഗയോട്. 1/2 മണിക്കൂർ ലേറ്റ് ആയി. സോറി വൈഗ. ഐ എം സോ സോറി. വെരി സോറി. യാ. പിക്ക് അപ്പ്. സീ, ഞാൻ പറഞ്ഞില്ലേ എടുക്കുന്നില്ല. പിണങ്ങി. ഹലോ. സോറി വൈഗ. സോറി ഒന്നും പറയണ്ട. റിയലി സോറി. തല പുകഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ ആ കേസിൽ. തോന്നി. വൈകിട്ടത്തെ ടിവി ന്യൂസിൽ ഉണ്ടായിരുന്ന വാർത്ത. എന്തിനാ പേട്ട ഇതുപോലുള്ള കേസുകൾ എടുത്ത് തലേ വെക്കുന്നത്? തലേ വെക്കുന്നതല്ലോ വൈഗ, കെട്ടിവെച്ച് തരുന്നതല്ലേ. ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ പറ്റില്ലെന്ന് പറയാൻ കഴിയുമോ എനിക്ക്? യുനോ, ഐ എം എ റെസ്പോൺസിബിൾ ഓഫീസർ. സൂക്ഷിക്കണം അപ്പേട്ടൻ. മരിച്ചയാളെ ചില്ലറക്കാരനല്ല. അപ്പൊ കൊന്നവരും അതുപോലുള്ളവരാവും. യെസ്. പക്ഷെ ഞാൻ കണ്ടുപിടിക്കും അവൻ എത്ര വലിയവനായാലും. പിന്നെ എന്തായി നമ്മുടെ പശു പ്രസവം, കൃഷ്ണൻ അമ്പലത്തിലെ ശയന പ്രദർശനം? വേണ്ടി വരുവോ? അപ്പൊ പ്രസവിച്ചോ? ഉച്ച കഴിഞ്ഞപ്പോ അപ്പ തന്നെ വിളിച്ചു പറയണമെന്ന് വിചാരിച്ചതാ. പിന്നെ അതങ്ങ് വിട്ടു. ആരാ അവിടെ പാത്രം തള്ളിയിട്ടത് വൈക? അയ്യോ അപ്പേട്ടാ, അടുക്കളയിൽ പൂച്ച കയറിയിട്ടുണ്ടെന്നാ തോന്നണേ. ഒന്ന് ഹോൾഡ് ചെയ്യോ? പിന്നെന്താ, ഹോൾഡ് ചെയ്യാലോ. വെറുതെ ഫോൺ ബില്ല് കൂട്ടുന്നത് എന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അതെ, ഞാൻ സംസാരിച്ചത് എന്റെ ഭാര്യയോടാണ് സഹദേവ, കാമുകിയോടല്ല. മനസ്സിലായോ? മനസ്സിലായി. എന്നാ പിന്നെ കൂട്ടിക്കൊണ്ടൊന്ന് ഇവിടെ നിർത്തിക്കൂടെ? അപ്പൊ പിന്നെ തറവാട്ടിലെ ഭഗവതിമാർക്ക് ആര് വിളക്ക് വെക്കും? പശുക്കളെ ആര് നോക്കും? തറവാട് ആര് അടിച്ചു വാരിയിടും എന്നൊക്കെ അവൾ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും സഹദേവ? ഒന്നും പറയാൻ പറ്റില്ല. അതാ വൈഗ, 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 ഇതെവിടെ പോയി കിടക്കുന്നു ഈ കുട്ടി? കുറച്ച് ദിവസമായിട്ട് കോൺസെൻട്രേഷൻ തീരെ അങ്ങോട്ട് ശരിയാവുന്നില്ല. സർ. എന്താടോ? അപ്പൻ സാറ്. വരാൻ പറ. സർ. വിളിപ്പിച്ചിട്ട് വരുന്നതാ. എനിക്ക് അയാളോട് 2 വർത്താനം പറയണം. വരട്ടെ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. അപ്പൻ അല്ലേ? സോറി സർ, ഡോക്ടർ അപ്പൻ മേനൻ, IPS. ദാറ്റ്സ് മൈ നെയിം. ഈ IPS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പെർഫോമിംഗ് സർവീസ് എന്നാണ്. പെർഫോമും ചെയ്യണം വേണ്ടേ? ഓ വേണം. സഞ്ചരിക്കാൻ സർക്കാർ വണ്ടി അലോട്ട് ചെയ്യുമ്പോ പിന്നെന്തിനാ ഈ സ്വന്തം പജീറോ? എന്താ ഷോയാ? ഷോ അല്ല, ക്യാഷ് ഉള്ള വീട്ടിലാണേ. അതുകൊണ്ട് സർക്കാർ വണ്ടി സ്വീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, കൈയിട്ട് വാരലും ഇല്ല. ഓഹോ, ഈ കളർഫുൾ ഡ്രസ്സിംഗ് ഒക്കെ ഒന്ന് മാറ്റണം. ഒരുമാതിരി കോളേജ് പിള്ളേരെ പോലെ. ഇതൊന്നും പോലീസുകാർക്ക് ചേരില്ല. ആളുകൾക്കൊരു പേടി തോന്നില്ല ഇങ്ങനെ കണ്ടാൽ. ജനങ്ങളെ പേടിപ്പിക്കുന്നവരാവണം പോലീസ് എന്ന് ഏത് ട്രെയിനിങ് ക്യാമ്പിലാണ് സാർ പഠിച്ചത്? സുഹൃത്തായിരിക്കണം പോലീസ് ജനങ്ങൾക്കും സമൂഹത്തിനും. വാക്കിലും നോക്കിലും പെരുമാറ്റത്തിലും മാത്രമല്ല, ഡ്രസ്സിലും വേണം ചേഞ്ച്. ഫീൽ ചെയ്യണം ജനത്തിന് നമ്മളെ അവരിലൊരാളായി. അപ്പൊ ഈ ക്രിമിനൽസിനും അങ്ങനെ തന്നെ ഫീൽ ചെയ്താലോ? ചെയ്യില്ല. അപ്സ്റ്റെയർ വേക്കന്റ് അല്ലാത്തവർ പോലീസായാൽ അങ്ങനെ ഫീൽ ചെയ്യില്ല. ഞങ്ങളുടെ നാട്ടിൽ ചിലരെ കുറിച്ച് പറയും, അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവമുള്ളവരെന്ന്. താൻ ആ ടൈപ്പ് ഒന്നും അല്ലല്ലോ. ഹേയ്, പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ആ യൂസേജിൽ ചെറിയൊരു മാറ്റമുണ്ട്. അഴകുള്ളവനെ അപ്പ എന്ന് വിളിക്കുന്നവൻ. അതുകൊണ്ട് മേക്കാടൻ എന്നെ ധൈര്യമായിട്ട് വിളിക്കാം അപ്പ എന്ന്. മിസ്റ്റർ മേനോനെ, നിങ്ങൾ വർക്ക് ചെയ്ത അതർ സ്റ്റേറ്റ്സ് പോലെ അല്ല കേരളം. ഇവിടെ നല്ല കായികാധ്വാനം വേണ്ടിവരും കേസിന്റെ ഡെഡ് ലോക്ക് പൊട്ടിക്കാൻ. എന്താടോ? ഹേയ്, ഒന്നുമില്ല സാർ. ഒന്നുമല്ല, താൻ എന്നെ ഒന്ന് ആക്കിയതാ. എടോ, പേരിന്റെ മുമ്പിൽ ഡോക്ടർ എന്നൊന്നും ഇല്ലാന്നേ ഉള്ളൂ. ഞാനും നല്ല അസല് പോലീസുകാരനാ. അല്ലെന്ന് പറഞ്ഞോ സാർ ആരെങ്കിലും? ഈ കോംപ്ലക്സ് ഉണ്ടല്ലോ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അത് മനസ്സിൽ നിന്ന് ആദ്യം കളയണം. അപ്പൊ ഫ്രസ്ട്രേഷൻ മാറും. ഫ്രസ്ട്രേഷൻ മാറിയാൽ കോൺസെൻട്രേഷൻ കിട്ടും. കോൺസെൻട്രേഷൻ കിട്ടിയാൽ ദാ ഇതൊക്കെ വെരി സിമ്പിൾ. ലൈക്ക് ദിസ്. അപ്പോ സഹായം വേണോ എനിക്ക്?
ഗൂണ്ടാ ലിസ്റ്റ് എന്താ തരില്ലേ? ആ അതാ. ആ പിന്നെ മേക്കാടൻ വക നമ്പ്യാർ വധ അന്വേഷണ റിപ്പോർട്ട് പഠിച്ചു ഞാൻ. കുഴപ്പം. ഐ എം വെരി അപ്സെറ്റ്. ബട്ട് യു ഡോണ്ട് ഹാവ് എനി റീസൺ ടു ബി അപ്സെറ്റ്. ശരിയാക്കിയെടുക്കാം, ശരിയാക്കിയെടുക്കും. ആള് കൊള്ളാല്ലേ സർ? എവിടുന്ന് കിട്ടി ഈ പേര്? അത് അമ്മയോട് ചോദിക്കണം. സ്വന്തം പേരിന്റെ കാര്യമല്ല. വിബ്ജിയോർ, യുവർ നോവൽ. മഴവില്ല് ഇഷ്ടമായിരുന്നു കുട്ടിക്കാലം മുതലേ. ഗുഡ്. മഴവിൽ ഇഷ്ടപ്പെടുന്ന, മുഖത്ത് നനുത്ത രോമങ്ങളുള്ള, നീളൻ കൈവിരലുകളുള്ള വിബ്ജിയോറിന്റെ സൃഷ്ടാവിന് എങ്ങനെ കഴിയുന്നു ഒരാളെ കൊല്ലാൻ? വാട്ട് യു മീൻ? കൃഷ്ണൻ നമ്പ്യാരുടെ മരണം, അതിന്റെ പിന്നിൽ സൂസനും സൂസന്റെ സംഘടന ദിശയുമല്ലേ? ലൈൻ കൊള്ളാം. ക്രിമിനോളജിയിൽ ഡോക്ടറേറ്റ്, യങ്, ബ്രില്യന്റ് എന്നൊക്കെ പത്രങ്ങൾ വാഴ്ത്തിയപ്പോ ഈ മിറക്കിൾ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒറ്റ ദിവസം കൊണ്ട് തന്നെ കണ്ടുപിടിച്ചു കളഞ്ഞല്ലോ നമ്പ്യാർ വധക്കേസിലെ കൊലയാളിക്കൂട്ടത്തെ. മിസ്റ്റർ അപ്പൻമേനോൻ, എന്റെ ജീവിതം തന്നെയാണ് എന്റെ സന്ദേശം എന്ന് പറയാനുള്ള ധൈര്യം കാണിച്ച ഒരേ ഒരാളെ ഇന്ത്യയിൽ ജീവിച്ചിരുന്നുള്ളൂ, ഗാന്ധിജി. ആ ഗാന്ധിജിയുടെ സ്വപ്നങ്ങളെ പ്രാവർത്തികമാക്കാൻ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ദിശ. നമ്പ്യാരെ പോലുള്ള ഒരു അഴിമതിക്കാരനോട് എന്തുമാത്രം വിയോജിപ്പുണ്ടായാലും ഒരിക്കലും ഞങ്ങൾ കൊല്ലില്ല. മുന്നിൽ ഗാന്ധി, പിന്നിൽ ഗോഡ്സെ, മുന്നിൽ ബുദ്ധൻ, പിന്നിൽ ഹിറ്റ്ലർ. ഇന്ത്യയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്ന എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയും ഗ്രൂപ്പുകളുടെയും തന്ത്രമാണ്. സമൂഹ മധ്യത്തിൽ സ്വീകാര്യത നേടാൻ ഇതിലും നല്ല വഴി വേറെ ഇല്ലെന്ന് അവർക്കറിയാം. ഒരു നുണ 100 ആവർത്തി പറഞ്ഞാൽ സത്യമായി ഭവിക്കുമെന്നറിയാവുന്ന ഇത്തരം ചെറു ഗ്രൂപ്പുകളുടെ ചരിത്രമൊന്നും പഠിപ്പിക്കണ്ടെന്നെ. സൂസൻ അറിയോന്നറിയില്ല, കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ മനുഷ്യാവകാശ സംഘടനകളുടെയും പിന്നിൽ വർഗീയ സംഘടനകളാണ്. ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതും അവരാണ്. ദിശ അങ്ങനെ ഒരു സംഘടനയല്ല. മുന്നിലും പിന്നിലും ഗാന്ധിജി. ലക്ഷ്യം പോലെ തന്നെ പ്രധാനമാണ് മാർഗവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആദ്യം ഒരു സ്വകാര്യ TV ചാനലിലും പിന്നെ ഈ പത്രങ്ങളിലും വന്ന വാർത്തകളുടെ പിന്നിൽ ദിശയല്ലേ? അതെ. ഓക്കേ, എവിടുന്ന് കിട്ടിയ ഈ വിവരങ്ങൾ? സംഘടനാ ഓഫീസിലെ ലെറ്റർ ബോക്സിൽ നിന്ന് കിട്ടിയ ഒരു CD. അതിലാണ് ഈ വിവരങ്ങൾ ഉണ്ടായിരുന്നത്. ഓ, ആരാണ് CD ലെറ്റർ ബോക്സിലിട്ടത്? അറിയില്ല. അന്വേഷിച്ചില്ലേ? എന്തിനന്വേഷിക്കണം? വിവരങ്ങൾ സത്യമാണോ അത് മാത്രം നോക്കിയാ പോരെ? ഊമക്കത്തുകൾ ഹർജികളായി കോടതികൾ പോലും സ്വീകരിക്കാറുണ്ടെന്ന് ഓർക്കണം ഡോക്ടർ അപ്പൻമേനോൻ. Then you may go. പക്ഷെ ഒരു കാര്യം, സംഘടനാ പ്രവർത്തനത്തിലൂടെ സിദ്ധിച്ച ആർഗ്യുമെന്റ് പവർ ഉപയോഗിച്ച് എന്നെ കൺവിൻസ് ചെയ്ത് കളഞ്ഞു എന്ന് ധരിക്കരുത്. സൂസന്റെയും ദിശയുടെയും പിറകിൽ എന്നും ഉണ്ടാവും എന്റെ കണ്ണുകൾ. ഓൾവേസ് വെൽക്കം. എക്സ്ക്യൂസ് മീ, നന്നായിട്ടുണ്ട്. നോട്ട് യു, യുവർ നോവൽ വിബ്ജിയോർ. താങ്ക് യു. സാർ, മേക്കാടൻ സാർ തന്നിച്ച ഗുണ്ടാലിസ്റ്റാണ്. മിസ്റ്റർ മേക്കാടൻ, ബാല്യം എവിടെ? ഇവരുടെയൊക്കെ ബാല്യം എവിടെ? ഒരു ഡോക്യുമെന്റ് രേഖപ്പെടുത്തുമ്പോൾ ലേൺ ടു മേക്ക് ഇറ്റ് കംപ്ലീറ്റ്. ആന്റണി, ഏജ് 24, കേസുകളുടെ എണ്ണം 6, ഡ്രഗ് അഡിക്റ്റ്. 21-ാം വയസ്സിൽ കോളേജിൽ പഠിക്കുമ്പോൾ ആദ്യത്തെ കേസിൽ പ്രതി. സലാം, വയസ്സ് 30, ഗാങ് ലീഡർ, കേസുകൾ 14, ആദ്യത്തെ കേസിൽ പ്രതിയാവുന്നത് 18-ാം വയസ്സിൽ. See, this is all. I am totally upset and I am terribly upset with you. ഒരു മനുഷ്യൻ ക്രിമിനൽ ആവുന്നത് അവന്റെ 18-ാം വയസ്സിലോ 25-ാം വയസ്സിലോ ആണ്. പക്ഷെ അതിന്റെ കാരണങ്ങൾ, അതാണ് എനിക്ക് അറിയേണ്ടത്. അതറിയണമെങ്കിൽ അവന്റെ ബാല്യത്തിലേക്ക് പോണം. Where is it? Come on, tell me, where is it? വേറെ എന്നൊക്കെ എന്നോട് ചോദിച്ച ഞാനിതെന്തോ പറയാനാ? ഇതൊക്കെയാണ് ഇവിടത്തെ ഒരു രീതികൾ. ഒരുവൻ ആദ്യത്തെ കേസിൽ പ്രതിയാകുന്ന അന്ന് മുതലുള്ള ഡീറ്റെയിൽസ് ഈ ഫയലിൽ ഉൾപ്പെടുത്താറുള്ളൂ. അത് മാറണം. എന്നിട്ട് സഞ്ചരിക്കണം ഇവർ ഓരോരുത്തരുടെയും ബാല്യത്തിലൂടെ. ചികിത്സ തുടങ്ങേണ്ടത് അവിടുന്നാണ്. ഞാൻ ഒരാൾ വിചാരിച്ചാൽ ഇത് എന്ത് ഇതാണ് കുഴപ്പം.
നമ്മൾ ഒരാൾ വിചാരിച്ചാൽ ഒന്നും ചെയ്യാനാവില്ലെന്ന ഫിക്സേഷൻ, എന്നിട്ട് സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കും. അത് മാറണം. Better late than never. തുടങ്ങി വെക്കണം ഇന്ന് തന്നെ. ഇതിലെ ക്രിമിനൽസിന്റെ ബാല്യം ഹണ്ട് ചെയ്യണം. കുട്ടികളാണ് പ്രധാനം, കുട്ടിക്കാലമാണ് പ്രധാനം. യു ഗെറ്റ് മീ? എന്ത് ഭ്രാന്ത്. വേണ്ട, ഒന്നും പറയണ്ട. അപ്പേട്ടന്റെ സ്ഥിരം പതിവായി ദേഷ്യപ്പെടല്. എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും വൈക? നിനക്കറിയാത്തോണ്ടാ. ചില ക്രിമിനൽസ് കുറെ കാലം കഴിയുമ്പോ മനോരോഗികളായി തീരും, കുറ്റബോധം കൊണ്ട്. പിന്നീട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആന്റി സോഷ്യൽ എലമെന്റ്സിനെ തീർക്കാൻ തുടങ്ങും, ആരും അറിയാതെ. കൃഷ്ണൻ നമ്പ്യാരുടെ വധത്തിൽ അങ്ങനെ വല്ല ഇടപെടലും നടന്നിട്ടുണ്ടോ? അതാ ഞാൻ ഗൂണ്ടാ ലിസ്റ്റ് ചോദിച്ചത്. പക്ഷെ ആ ലിസ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വന്നാ ഞാൻ എന്താ അയാളെ കൺഗ്രാജുലേറ്റ് ചെയ്യണോ? ഞാൻ മേക്കാടിന്റെ കാര്യമല്ല പറഞ്ഞത്, സൂസൻ മേരി തോമസിന്റെ കാര്യം. അവരെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? കൊലപാതകം അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അവരും സംശയിക്കപ്പെടേണ്ടവരാണ് വൈക. സൂസൻ മേരി തോമസിനെ കുറിച്ചും അവരുടെ ജീവിതത്തെ കുറിച്ചും അറിയാവുന്ന ആരും അങ്ങനെ പറയില്ല. അപ്പേട്ടൻ തീർച്ചയായിട്ടും അവരെ പോയി കാണണം, എന്നിട്ട് സോറി പറയണം. സോറി? എനിക്ക് വേണ്ടി അപ്പേട്ടൻ അത് ചെയ്യണം. അപ്പേട്ടൻ ഒരു പെൺകുട്ടിയും ചീത്ത പറയുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ എന്ത് തെറ്റിയതാലും അപ്പേട്ടൻ ഒന്നും പറയാറില്ലല്ലോ. എനിക്ക് നിന്നോട് സ്നേഹമല്ലേ വൈക? അതുപോലെ സ്നേഹിക്കണം എല്ലാരെയും. സൂസനെയും? സൂസനെയും ഒരു ഫ്രണ്ടായിട്ട്, നല്ല ഫ്രണ്ടായിട്ട്. ഓക്കേ ഓക്കേ. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. 5ഓളം പേരുണ്ടായിരുന്നു അവര്. മരിച്ചുപോയ എന്റെ ഭർത്താവ് എടുത്ത കടമാണെങ്കിലും പലിശയും പലിശയുടെ പലിശയായിട്ട് മുതലിനേക്കാൾ വലിയൊരു തുക കൊടുത്തു കഴിഞ്ഞു. അത് പറഞ്ഞപ്പോഴാ. ഇത് കണ്ടോ അവര് ചെയ്തത്? സാരമില്ല, പോട്ടെ, ഞങ്ങളുണ്ടാവും കൂടെ. ഇനി ഒരാളും ഉപദ്രവിക്കില്ല. ഷൈന, ഇവരുടെ ഒരു പരാതി എഴുതി വാങ്ങിക്കും. നമുക്കത് വനിതാ കമ്മീഷനിലേക്ക് ഫോർവേഡ് ചെയ്യാം. വനിതാ കമ്മീഷൻ? ഇതിനൊക്കെ പരിഹാരം വനിതാ കമ്മീഷനും പോലീസ് സ്റ്റേഷനൊന്നും അല്ല. കൊല്ലണം. ഇവരെ ഉപദ്രവിച്ച 5 എണ്ണത്തിനെയും വെട്ടി കൊല്ലണം. ഞാൻ ചെയ്യാം, ഒറ്റയ്ക്ക്. ഗണേശ, നീ അകത്ത് പോ. അല്ല, ഇവരെയൊക്കെ ഇങ്ങനെ വെറുതെ. നിന്നോട് അകത്ത് പോക. എന്ത് വേണം? സോറി, സൂസനോട് ഇവിടെ വന്ന് സോറി പറയണമെന്ന് ആവശ്യപ്പെട്ടു. ആര്? DGPയോ? DGP ഒന്നുമല്ല. DGP ആവശ്യപ്പെട്ടാലും ഞാൻ അനുസരിക്കില്ല. ഇത് വൈക, എന്റെ ഭാര്യ. അവൾ എന്താവശ്യപ്പെട്ടാലും ഞാൻ അനുസരിക്കും. വി ആർ ഡീപ്ലി ഇൻ ലവ്. യു ഗെറ്റ് മീ? ഞാൻ വൈക ഒന്ന് വിളിക്കാം. വൈക, ഡൺ. സൂസനോട് സോറി പറഞ്ഞില്ലേ? അതെ, അവിടെ നിൽക്കുക. ഓക്കെ, പിന്നെ വിളിക്കാം. വൈക, മോശമാണ്. വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ട് ഒരു ചായ വേണോന്ന് പോലും ചോദിച്ചില്ല. സോ സോറി. എടുക്കാം. ഹേയ്, വേണ്ട. പറഞ്ഞു ചെയ്യേണ്ടവളല്ല, അറിഞ്ഞു ചെയ്യേണ്ടവളാണ് സ്ത്രീ. പോട്ടെ. നീ പറയുന്ന പോലെ ഒന്നുമല്ലല്ലോ ആള്. ഇതൊക്കെ തട്ടിപ്പമ്മ. ആളുകളെ കയ്യിലെടുക്കാനുള്ള സൂത്രം. ഏതായാലും നീ അയാളുമായിട്ട് വഴക്കിലൊന്നും പോണ്ട. ആര് പോണു? പക്ഷെ ഇങ്ങോട്ട് വന്നാ ഞാൻ വിട്ടുകൊടുക്കില്ല. ഹലോ, ആണോ? ശരി, താങ്ക്സ്. പൊളിറ്റിക്കൽ ലീഡർ സുലൈമാൻ സാഹിബ്, ഹിസ് കോർണർ. നമ്മൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു ഇന്നത്തെ മന്ത്രിസഭാ യോഗം. അന്വേഷണം വിജിലൻസിന് തന്നെ. അപ്പൊ പിന്നെ പേടിക്കണ്ടല്ലോ. ഗുഡ് മോർണിംഗ് അപ്പൻ. മോർണിംഗ്. നല്ല ഐശ്വര്യമുണ്ട് തനിക്ക്. നമ്പ്യാരുടെ കേസ് അന്വേഷിച്ചു തുടങ്ങിയില്ല. അതിനു മുമ്പ് അടുത്തത് സുലൈമാൻ സാഹിബ്. ഇന്ന് വൈകിട്ട് മറ്റ് പ്രോഗ്രാംസ് ഒന്നും ചാർട്ട് ചെയ്തേക്കരുത്. വി ഹാവ് എ മീറ്റിംഗ് വിത്ത് DGP.
ഞാനിന്ന് വൈകിട്ട് ഭാര്യയുടെ കൂടെ പള്ളി പോകാൻ നേരിട്ടിരിക്കുക അതൊന്നും മാറ്റി വെക്കാൻ പറ്റില്ല. മാറ്റി വെച്ചേ പറ്റൂ. പള്ളിയും പള്ളിക്കൂടം ഒക്കെ പിന്നെ ഡ്യൂട്ടി ഫസ്റ്റ്. ആ ദൈവത്തിനുള്ളത് ദൈവത്തിന്, സീസർക്കുള്ളത് സീസർക്ക്. അതാണ് പണ്ട് തൊട്ട് മേക്കാടന്റെ ഒരു ലൈൻ. എന്റെ ലൈൻ അങ്ങനെയല്ല. ദൈവത്തിനുള്ളതും കൂടി സീസർക്ക്. ടൈം ഇസ് ഗോഡ് ആൻഡ് വർക്ക് ഇസ് വർഷിപ്പ്. കാലമാണ് ദൈവം, അധ്വാനം ആരാധന. സോ ബി ദേർ ഓൺ ടൈം. ഓക്കേ? Be there on time. ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട മന്ത്രി കൃഷ്ണൻ നമ്പ്യാർ, ഇന്നലെ രാത്രി മരിച്ച നിലയിൽ കണ്ടെത്തിയ സുലൈമാൻ സാഹിബ്, രണ്ടുപേരുടെയും മരണങ്ങൾക്ക് പിന്നിൽ ഞാൻ കാണുന്നുണ്ട് ചില ബാക്ക്ഡ്രോപ്പ് കണക്ഷൻസ്, യാദൃശ്ചികതകൾ. അഴിമതിക്കേസിൽ ആരോപണ വിധേയരായി അന്വേഷണത്തെ നേരിടാൻ തുനിയവയാണ് രണ്ടുപേരും കാലം ചെയ്തത്. ഞാൻ വിശ്വസിക്കുന്നു ഈ രണ്ടുപേരുടെയും കൊലപാതകങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച മസ്തിഷ്കം ഒരാളുടേതാണ്. ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ, ചിലപ്പോൾ ഒരു കൂട്ടം വ്യക്തികളുടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ. അപ്പൻ വെറുതെ ഇഷ്യൂ ഡൈവേർട്ട് ചെയ്യുകയാണ്. ഒരാളുടെ മസ്തിഷ്കം ഉണ്ടാവാം, ഐ അഗ്രി വിത്ത് ദാറ്റ്. പക്ഷെ ഒരു സംഘടനയൊന്നും ഈ കൊലപാതകങ്ങളുടെ പിന്നിലില്ല. മേക്കാടാ, കുറച്ചു നാളുകൾക്ക് മുമ്പ് വയനാട്ടിൽ നിന്ന് ഒരു സംഘം ആദിവാസി യുവാക്കൾ ആന്ധ്രയിലെ നക്സലൈറ്റ് സംഘടനയായ പീപ്പിൾസ് വാർ ഗ്രൂപ്പിന്റെ പരിശീലനം നേടാൻ പോയിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു സ്വകാര്യ TV ചാനൽ. ശ്രദ്ധിച്ചു കാണുമോ? 70കളിൽ പൊലിഞ്ഞുപോയ തീവ്രാഭിലാഷങ്ങളുടെ സ്വപ്നങ്ങൾ വീണ്ടും തളർക്കുന്നുണ്ട് സർ. ബീഹാർ മുതൽ ഇങ്ങ് ആന്ധ്രാപ്രദേശ് വരെയുള്ള സ്റ്റേറ്റുകളിൽ മരണത്തിന്റെ മണമുള്ള ആ കാറ്റ് വയനാടൻ മലനിരകൾ കടന്ന് നമ്മുടെ നാട്ടിലെത്താൻ അധികം സമയമൊന്നും വേണ്ട. നമ്മളപ്പോൾ എന്തു ചെയ്യണമെന്നാണ് മിസ്റ്റർ അപ്പൻ പറയുന്നത്? സർ, ദാമോദരൻ കർത്ത, ഇന്നലെ മരിച്ച സുലൈമാൻ സാഹിബിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ചങ്ങാതി, ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട വിജിലൻസ് അന്വേഷണത്തിന്റെ പ്രതിപട്ടികയിൽ 2ാം പേരുകാരൻ കർത്തയാണ്. നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഇയാളെയാണ്. പക്ഷെ കർത്ത അറിയരുത് നമ്മുടെ നീക്കങ്ങൾ. ഷാഡോസ്, നിഴലുകളാവണം നമ്മൾ കർത്തയ്ക്ക് പിന്നിൽ. ആ